ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിബിദാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ജെല്ലി ഫ്രൂട്ട് കേക്കാണ്. ഇത് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല കളർഫുള്ളുമായിട്ടുള്ളൊരു ഫ്രൂട്ട് കേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ജെല്ലി ഫ്രൂട്ട് കേക്കിന് വേണ്ടത് ചൈനാഗ്രാസും പഞ്ചസാരയും ഫ്രൂട്ട്സുമാണ്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഈ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചമുന്തിരി, മാതള നാരങ്ങ, കറുത്ത മുന്തിരി, മാമ്പഴം, ആപ്പിൾ, ടൂട്ടി ഫ്രൂട്ടി, ഈത്തപ്പഴം, ബദാം, നട്ട്സ്. മുക്കാൽ കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്കൊരു പഞ്ചസാര ലായനി തയ്യാറാക്കാം. ഇനി വേറൊരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ ചൈനാഗ്രാസ് അലിയിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു ജെൽ പരുവമാകുമ്പോൾ ഓഫ് ചെയ്യാം. പഞ്ചസാര ലായനി ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. 3 സ്പൂൺ ലായനി ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സ് നമുക്ക് ലെയറായി വെച്ചു കൊടുക്കാം. ഫ്രൂട്ട്സ് നിറച്ചതിന് ശേഷം പഞ്ചസാരയും ചൈനാഗ്രാസും ചേർത്തുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫ്രൂട്ട്സിൻ്റെ ഇടയിലെല്ലാം എത്താൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം.
മിക്സ് ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ലെയർ കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചുവന്ന കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂർ ഫ്രീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കേക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അധികം താമസിക്കാതെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.